മുത്തശ്ശിക്കാവ്. പലതരം കാവുകളെപ്പറ്റിയും അതിൻ്റെ കഥകളെപ്പറ്റിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലൊരു കഥയാണിത്. കുട്ടികളുടെ പേടി സ്വപ്നമായ മുത്തശ്ശിക്കാവിനെ പറ്റി അമ്മൂമ്മ കുറേ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിൽ നിന്നും അവിടുത്തെ കടലിലേക്ക് വിശ്രമിക്കാനായി ഒഴുകി വരും സൂര്യൻ്റെ കിരണങ്ങൾ തട്ടുന്ന മരങ്ങളുടെ നിഴലിൽ പ്രതിഫലിക്കുന്ന ശബ്ദമാണിത്. സർപ്പത്തിൻ്റെ ചീറ്റലിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക്, കൂട്ടിൽ പോകുന്ന കിളികളുടെ പാട്ടിൻ അവസാന സ്വരം, കാറ്റിൻ വേഗതയിൽ മറഞ്ഞിരിക്കുന്ന പദം. എന്താണത്? ചിന്നു ചോദിച്ചു. ഭയം. മുത്തശ്ശിക്കാവിൽ പോകുന്ന ഓരോ ആളുകളുടെയും മുഖത്ത് കാണുന്ന ഭയം. കുട്ടികളുടെ മുഖം ആകെ വിറച്ചു. അമ്മൂമ്മേ, നാളെയല്ലേ കാവിലെ ചടങ്ങ്? അച്ചുചേച്ചി ചോദിച്ചു. എന്തൊക്കെയോ ചിന്തയിൽ മുഴുകിയിരുന്ന അമ്മൂമ്മ പതിയെ തലയാട്ടി. അത്താഴം കഴിക്കാൻ അമ്മ വിളിക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞു. കുട്ടികൾ അത്താഴം കഴിച്ചു കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല. കാവിലെ കഥകളായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവനും. മനസ്സിലെ ആകാംക്ഷ കാവിനെ പറ്റിയുള്ള ഭയപ്പെടുത്തുന്ന കഥകളെ മറച്ചു വെച്ചു. ചിന്തകൾക്കൊടുവിൽ അവർ നിദ്രയിൽ വഴുതി വീണു.